സെക്രട്ടേറിയറ്റിൽ ശുചിമുറിയിലെ ക്ലോസറ്റ് പൊട്ടിവീണ് ഉദ്യോഗസ്ഥയ്ക്ക് ഗുരുതര പരിക്ക്. സെക്രട്ടേറിയറ്റ് അനക്സ് 1 ക്ലോസറ്റാണ് പൊട്ടിവീണത്. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഈ ഉദ്യോഗസ്ഥരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? രേണുക, ഇന്ന് ഉച്ചയോടെയായിരുന്നു സെക്രട്ടേറിയറ്റിലെ സംഭവം. അനക്സ് 1 ഈ അപകടം സംഭവിച്ചത്. ഉച്ചയ്ക്ക് ശുചിമുറിയിൽ പോകുമ്പോഴായിരുന്നു അപകടം. വനിതാ ജീവനക്കാരിയാണ്. ഈ ക്ലോസറ്റ് യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഇത് പൊട്ടി വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 തുന്നിക്കെട്ടുണ്ട്. പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രി കിംസ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. താരതമ്യേന പുതിയ മന്ദിരങ്ങളാണ്. പഴയ സെക്രട്ടേറിയറ്റ് നിലനിന്നപ്പോൾ തന്നെ നിർമ്മിച്ചതാണ് ഈ അനക്സ് 1ഉം 2ഉമായിട്ടുള്ള 2 മന്ദിരങ്ങൾ. ഇവിടെ നിരവധി മന്ത്രിമാരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെക്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരിക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. രേണുക, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമോ ഈ കാര്യത്തിൽ? എന്താണ് വീഴ്ച എന്ന് സംബന്ധിച്ച്? ഇതുവരെ അത്തരത്തിലുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല. താരതമ്യേന നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങളാണ്. പഴയ സെക്രട്ടേറിയറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ മന്ദിരങ്ങളാണ്. എങ്ങനെയാണ് ഇത് തകർന്നു വീണതിന്റെ ഗുണനിലവാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും സെക്രട്ടേറിയറ്റിൽ നേരത്തെയൊക്കെ ഇങ്ങനെ ചില സംഭവങ്ങൾ, അതായത് തീപിടുത്തം പോലെ, ഷോർട്ട് സർക്യൂട്ട് പോലുള്ള സംഭവങ്ങൾ, അത് വയറിംഗിന്റെ ഒക്കെ പ്രശ്നം പഴയ കെട്ടിടത്തിലാണ് സംഭവിക്കുന്നത്. പുതിയ കെട്ടിടങ്ങളിൽ ഇതുവരെ എന്തെങ്കിലും തകരാറുകളോ മറ്റു പ്രശ്നങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ അനക്സ് 1 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഇതാണ് പൊട്ടി വീണത്. ആ സമയത്ത് ജീവനക്കാരിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. 9 തുന്നിക്കെട്ടലുകളുണ്ട്. പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് അവരെ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.